Dear students, today we will study knowledge and the different types of knowledge. So, knowledge based expert systems. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടപ്പോൾ അതിലെ ഏറ്റവും കാതലായ ഭാഗം അതിൻ്റെ നോളജ് ബേസ് ആണെന്ന് നമ്മൾ പഠിച്ചു. നോളജ് ബേസ് ഈസ് ആക്ച്വലി കോഡിഫൈഡ് നോളജ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദി ഇൻഫറൻസ് എൻജിൻ ടു ഡു ദ റീസണിങ് ആൻഡ് ലോജിക്കൽ പ്രോസസ്സിങ്. ഇപ്പോൾ റീസണിങ് പ്രോസസ്സ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് ബേസിൽ നോളജ് ഉണ്ടായിരിക്കണം. ഈ നോളജ് എന്ത് ഫോമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഡിഫൈഡ് ഫോമിലായിരിക്കണം. അതായത് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടാവുന്ന രീതിയിൽ നോളജ് സ്റ്റോർഡ് ആവുകയും വേണം. എന്നാൽ അത് യഥേഷ്ടം ഒരു റീസണിങ് പ്രോസസ്സിന് ആവശ്യമുള്ള രീതിയിൽ അത് റിട്രീവ് ചെയ്ത് പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്ന രൂപത്തിലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള നോളജാണ് ഒരു നോളജ് ബേസിൽ സാധാരണയായിട്ട് കോഡിഫൈ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. When you come across with knowledge, there are different types of knowledge and we can classify the entire knowledge using different criteria. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, കമ്പ്യൂട്ടേഴ്സ് തന്നെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ പല ക്രൈറ്റീരിയ അനുസരിച്ച് കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓവറോൾ 100 കമ്പ്യൂട്ടേഴ്സ് ഒരു റൂമിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഒരു ഹാളിൽ കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിൽ അതിലെ കുറേ എണ്ണത്തെ ജനറൽ പർപ്പസ്, കുറേ എണ്ണത്തെ സ്പെഷ്യൽ പർപ്പസ്, ഇങ്ങനെ പർപ്പസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെയിം 100 കമ്പ്യൂട്ടേഴ്സിനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മിനി കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. ഇനി ബേസ്ഡ് ഓൺ ദ ഡാറ്റ ദേ പ്രോസസ്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സിനെ വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ നോളജിനെയും വ്യത്യസ്തമായ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. The first classification which we are going to discuss is given below. The knowledge that goes into problem solving in engineering can be broadly classified into 3 categories. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് നമുക്ക് നോളജിനെ വേർതിരിക്കാം. ഇപ്പം നോളജ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള അറിവാണ്. ആ അറിവുകളുടെയാണ് ഓരോ ഗ്രൂപ്പിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. കമ്പൈൽഡ് നോളജ്, ക്വാളിറ്റേറ്റീവ് നോളജ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് നോളജ്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കമ്പൈൽഡ് നോളജ്, ക്വാളിറ്റേറ്റീവ് നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് നോളജ്. ലെറ്റ് us see what is compiled knowledge. The knowledge resulting from the experience of experts in a domain. The knowledge gathered from handbooks. The knowledge gathered from old records, standard specifications, etc. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഡൊമൈനിൽ കുറേ നാൾ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് തൻ്റെ അറിവ് ബുക്കിൻ്റെ ഫോമിലേക്ക് അല്ലെങ്കിൽ റിട്ടൺ ഫോമിലേക്ക് ഇത് മാറ്റാറുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ട കമ്പൈൽഡായി ഒരു ബുക്കിനകത്ത് ഉൾക്കൊള്ളുന്ന നോളജിനെയാണ് കമ്പൈൽഡ് നോളജ് എന്ന് പറയുന്നത്. സാധാരണ ഹാൻഡ് ബുക്ക്, മാനുവൽസ് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മാനുസ്ക്രിപ്റ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ നോളജ് കിട്ടും. നോളജ് ഗ്യാതേർഡ് ഫ്രം ഓൾഡ് റെക്കോർഡ്സ്, സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ്, ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, ഓരോ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതപ്പെട്ട സ്റ്റാൻഡേർഡ്സ്, ഓരോരുത്തർ പുട്ട് ഫോർവേഡ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, റെക്കമെൻഡ്. അങ്ങനെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതിൻ്റെ ബുക്കുകളുണ്ട്. ഇതെല്ലാം ആളുകൾ എഴുതുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് IEEE സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ നെറ്റ്വർക്കിൽ നിങ്ങൾ പഠിച്ചു. ഇതെല്ലാം കമ്പൈൽഡ് നോളജാണ് ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ നമുക്ക് ബുക്കുകളിൽ നിന്നൊക്കെ കുറേ അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള നോളജ്, ആ ബുക്കുകളിൽ ഇരിക്കുന്ന നോളജിനെയാണ് കമ്പൈൽഡ് നോളജ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ക്വാളിറ്റേറ്റീവ് നോളജ്. Qualitative knowledge consists of rules of thumb, broadly accepted principle based on practice rather than theory. തിയറി അല്ല, ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വേ ഓഫ് ഡൂയിങ് ഉണ്ട്. റൂൾ ഓഫ് തമ്പ് എന്ന് പറയും. ഇപ്പോൾ ഇന്നൊരു സംഭവം തന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്. അതിനെ അപ്രോക്സിമേറ്റ് തിയറീസ് അല്ലെങ്കിൽ കാഷ്വൽ മോഡൽസ് അല്ലെങ്കിൽ കോമൺ സെൻസ് എന്നൊക്കെ പറയും. ഒരു കോമൺ സെൻസ് ഉണ്ട്. നമുക്കിപ്പോൾ അത് പ്രോപ്പറായിട്ട് എഴുതിയൊന്നും വെക്കാൻ ഒക്കത്തില്ല. നമുക്ക് ആ സിറ്റുവേഷൻ അനുഭവപ്പെടുമ്പോൾ നമ്മളുടെ കോമൺ സെൻസ് അനുസരിച്ച് അതിനൊരു സൊല്യൂഷൻ മനുഷ്യന് കണ്ടെത്താൻ ഒക്കും. ഓക്കെ,
അപ്പോൾ അത് കുറച്ച് തിയറീസൊക്കെ പഠിച്ചതിൻ്റെ അപ്രോക്സിമേഷൻ അയാൾ അപ്ലൈ ചെയ്തിട്ടാണ്. അങ്ങനെയുള്ളതിനെയാണ് ക്വാളിറ്റേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ ഓഫ് ദ തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അലിഖിത നിയമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പ്രാക്ടീസ് കൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഓരോ അവസരങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഓക്കെ, സോ ക്വാളിറ്റേറ്റീവ് നോളജ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ഓഫ് തമ്പ്, അപ്രോക്സിമേറ്റ് തിയറീസ്, കാഷ്വൽ മോഡൽസ് ഓഫ് പ്രോസസ്സസ്, കോമൺ സെൻസ് എന്ന് പറയും. ഇപ്പോൾ കാഷ്വൽ മോഡൽസ് ഓഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ ചില പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേന് ഒരു നിയമവലി അനുസരിച്ചാണ് ആ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും അതിൽ ചെറിയ വേരിയേഷൻസ് വരുമ്പോൾ നമ്മൾ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ കുറേ അറിവുകൾ മനുഷ്യൻ്റെ ബ്രെയിനിലൊക്കെ ഇരിപ്പുണ്ട്. അതാണ് ക്വാളിറ്റേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഇനി സാധാരണ അത് ബ്രെയിനിൽ ഒരു എക്സ്പീരിയൻസ് നോളജ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അതൊന്ന് എഴുതിയൊന്നും നമുക്ക് ഫലപ്രാപ്തിയിലാക്കാൻ ഒക്കത്തില്ല. അതാണ് ക്വാളിറ്റേറ്റീവിൻ്റെ പ്രത്യേകത. ക്വാണ്ടിറ്റേറ്റീവ് നോളജ് ഡീൽസ് വിത്ത് ടെക്നീക്സ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ തിയറീസ്, ഇക്വേഷൻസ്, ന്യൂമറിക്കൽ ടെക്നീക്സ്. ക്വാണ്ടിറ്റേറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമാവലി അനുസരിച്ച് പ്രൊസീഡ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താനുള്ളത്. ഇപ്പം ന്യൂമറിക്കൽ ടെക്നീക്സിനകത്ത് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അവർ ഫോർമുലാസും ഇക്വേഷൻസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അത് ഫോളോ ചെയ്താലേ ആൻസർ എത്തും. ഓക്കെ, ഇനി ചില മാത്തമാറ്റിക്കൽ തിയറംസ് അതേപോലെ ഫോളോ ചെയ്താലേ ചില സൊല്യൂഷൻസ് എത്തും. ഇക്വേഷൻസ് ഫോളോ ചെയ്താലേ സൊല്യൂഷൻസ് എത്തും. അങ്ങനെ ലിഖിതമായിട്ടുള്ള തിയറീസിനെയും ടെക്നീക്സിനെയും മെത്തേഡ്സും ഫോളോ ചെയ്ത് സൊല്യൂഷനിലെത്തുന്ന അറിവുകളും നമ്മൾ പഠിക്കും. ഓക്കെ, അവിടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ല ഉള്ളത്, അത് ഒരു ഫിക്സഡ് പാറ്റേൺ. അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ വി ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് നോളജ്, ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ will categorize knowledge into 3 types. 1 compiled knowledge, 2 qualitative knowledge, 3 quantitative knowledge. Okay, ഇനി ഇതേ നമ്മൾ കണ്ട നോളജിനെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷന് വിധേയമാക്കാം. ഇൻ ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ദ സെയിം നോളജ്, നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്ത അതേ നോളജുകളെല്ലാം രണ്ടായിട്ട് തരംതിരിക്കാം. ഡൊമെയിൻ സ്പെസിഫിക് നോളജ് ആൻഡ് കോമൺ സെൻസ് നോളജ്. കണ്ടോ, ഡൊമെയിൻ സ്പെസിഫിക് നോളജും അതുപോലെ കോമൺ സെൻസ് നോളജ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ നടത്താം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് നോളജ് അബൌട്ട് എ പർട്ടിക്കുലർ ഡൊമെയിൻ. ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഏരിയ. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയയിൽ ഡീൽ ചെയ്യുന്ന എല്ലാ നോളജിനെയും നമ്മൾ ഡൊമെയിൻ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. കെമിക്കൽ അനാലിസിസ്, ഡ്രഗ് ഡിസൈനിങ് ഇൻ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൽ ഡ്രഗ് ഡിസൈനിങ്ങിൽ വരുന്ന എല്ലാ അറിവുകളും അത് ഡൊമെയിൻ സ്പെസിഫിക് നോളജാണ്. 4 ടൈപ്പ് ഉണ്ട്. നോളജ് അബൌട്ട് ആൻ ഐറ്റം ഓർ ഒബ്ജക്റ്റ്, അതിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സും ഐറ്റംസിനെ കുറിച്ചുള്ള അറിവ്. നോളജ് അബൌട്ട് ഇവൻറ്റ്സ്, ഈ ഡ്രഗ് ഡിസൈനിങ്ങിൽ നടത്തേണ്ടുന്ന ഇവൻറ്റ്സിനെ കുറിച്ചുള്ള അറിവ്. നോളജ് അബൌട്ട് ടാസ്ക് പെർഫോമൻസ്, അവിടെ ചെയ്യേണ്ടുന്ന ഓരോ ടാസ്കുകളും പെർഫോം ചെയ്യാനായിട്ടുള്ള വ്യക്തമായ അറിവ്. നോളജ് അബൌട്ട് നോളജ്, അപ്പോൾ അവിടെ ഓരോ നോളജിനെ കുറിച്ച് മെറ്റാ നോളജ് എന്നാണ് പറയുന്നത്. നോളജ് അബൌട്ട് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഓരോ നോളജ് എന്താണെന്ന് വ്യക്തമായിട്ടുള്ള അറിവ്, അതാണ് നോളജ് അബൌട്ട് നോളജ് എന്ന് പറയുന്നത്. പീസ് ഓഫ് നോളജ് ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ആൻഡ് പ്ലാനിങ് ദ റീസണിങ് പ്രോസസ്സ്, അതിനെയാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. എന്താണ് പീസ് ഓഫ് നോളജ് ടു ഹെൽപ്പ്, അറിവിനെ കുറിച്ചുള്ള അറിവ്, എന്തെല്ലാം അറിവുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ. പീസ് ഓഫ് നോളജ് ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ആൻഡ് പ്ലാനിങ് ദ റീസണിങ് പ്രോസസ്. ക്ലിയർ? അപ്പോൾ ഡൊമെയിൻ സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് നോളജ് അബൌട്ട് എ പർട്ടിക്കുലർ ഡൊമെയിൻ. ആ ഡൊമെയിനിൽ വരുന്ന എല്ലാവിധ നോളജ് നമ്മൾ ഡൊമെയിൻ സ്പെസിഫിക് നോളജ് എന്ന് വിളിക്കും. ഇനി കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻറ്റൻഡ് ടു നോ ഓർ അസ്യൂം ആൻഡ് ദ എബിലിറ്റി ടു യൂസ് ഇറ്റ് വെൻ അപ്രോപ്രിയേറ്റ്. എന്തോ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ? കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൊമെയിനെ ബേസ് ചെയ്തിട്ടല്ല ഉണ്ടാവുന്നത്. നമ്മളൊരു ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ കോമൺ സെൻസ് ഇല്ലാത്ത വ്യക്തികളും കാണും. അതിലെ വലിയ എക്സ്പെർട്ടൊക്കെ ആയിരിക്കും. അയാൾക്ക് ആ ഡൊമെയിൻ്റെ എല്ലാ അറിവുകളും ഉണ്ടെങ്കിൽ കോമൺ സെൻസ് ചിലപ്പം സ്വല്പം കുറവായിരിക്കും. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒത്തൊരുമയോടുകൂടി പോകേണ്ടുന്നതാണ്. ഈ ഡൊമെയിൻ സ്പെസിഫിക്കിൻ്റെ കൂടെ കോമൺ സെൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കൂ. ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ
ദ സെറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻറ്റൻഡഡ് ടു നോ. ഒരു ഇൻഡിവിജ്വൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഡൊമെയിനിന് പുറമെ. ഓക്കെ, എന്നിട്ട് അത് അറിഞ്ഞാൽ മാത്രം പോരാ, ഹി ഹാസ് ടു ഹാവ് ദ എബിലിറ്റി ടു യൂസ് ഇറ്റ് വെൻ അപ്രോപ്രിയേറ്റ്. എപ്പോഴാണോ യുക്തമായ സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാനും അറിവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കോമൺ സെൻസ് നോളജ് ഉണ്ടെന്ന് പറയും. അതാണ് മറ്റൊരു തരത്തിലുള്ള നോളജ്. ഓൾ നോളജ് അതർ ദാൻ ഡൊമെയിൻ സ്പെസിഫിക് ആർ കോമൺ സെൻസ്. ഡൊമെയിൻ സ്പെസിഫിക് അല്ലാതെ നമുക്ക് ടിക്ക് ചെയ്ത് മാറ്റാവുന്ന എല്ലാ നോളജും കോമൺ സെൻസ് നോളജ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കണ്ടു. എന്തൊക്കെയാണ്? ഡൊമെയിൻ സ്പെസിഫിക് നോളജ്, 2 കോമൺ സെൻസ് നോളജ്. ഇനി മൂന്നാമത്തത്, ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈസ് ദ നോളജ് ഇൻടു 2: ഡിക്ലറേറ്റീവ് നോളജ് ആൻഡ് പ്രൊസീജറൽ നോളജ്. ഡിക്ലറേറ്റീവ് നോളജും പ്രൊസീജറൽ നോളജ് എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ട് വീണ്ടും ഡൊമെയിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം വേറൊരു രീതിയിൽ. ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് കൺസിസ്റ്റിംഗ് ഓഫ് ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോമിലുള്ള അറിവാണ്, അതായത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു അറിവ്. അതായത് ഒരു സംഭവത്തെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഇലാബറേറ്റ് ആയിട്ട് വിശദീകരിക്കുന്ന ഒരു നോളജിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഒരുപാട് ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻഫർമേഷനും ഉണ്ട്. ഒരുപാട് ഇൻഫർമേഷനും ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ സത്യങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അടങ്ങി ഒരു സംഭവത്തെ വിവരീകരിക്കുമ്പോൾ ആ സംഭവ വിവരണത്തെ നമ്മൾ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയും. ആ സംഭവത്തെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു അറിവിനെയാണ് ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ദീസ് ആർ റൂൾസ് ആൻഡ് ഫാക്ട്സ്. നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ പോലെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ഈ വെറും സെൻറ്റൻസ് കൊണ്ട് ഇഫ് ദെൻ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അടങ്ങുന്നതാണ് ഈ സാധാരണ ഈ സിനേറിയോ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു അക്വയർ ആൻഡ് ഡോക്യുമെൻ്റ് ഇൻ ദ നോളജ് ബേസ്. നോളജ് ബേസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കോഡിഫൈഡ് നോളജ് ഇരിക്കുന്ന സ്ഥലമാണ്. ഈ നോളജ് ബേസിനകത്തേക്ക് നമുക്ക് ഡിക്ലറേറ്റീവ് നോളജിനെ എളുപ്പത്തിൽ നമുക്ക് അക്വയർ ചെയ്ത് കോഡിഫൈ ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ പിന്നെ എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ ഡൊമെയിൻ എക്സ്പെർട്ടിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡിക്ലറേറ്റീവ് നോളജിനെ കൺവെർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ കൺവെർട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആ കേസിൽ ഡിക്ലറേറ്റീവ് നോളജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു അക്വയർ എന്ന് പറഞ്ഞാൽ ഗ്യാദർ ചെയ്യുകയും തിരിച്ച് കോഡിഫൈ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും എളുപ്പമാണ്. എവിടെ? സോഫ്റ്റ്വെയറിനകത്തേക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോബ്ലം ഇൻ ടേംസ് ഓഫ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐദർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ഫോമിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് ശരി അത് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഫോമാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ രൂപത്തിലായിരിക്കും ഡിക്ലറേറ്റീവ് നോളജ് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും, സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും വരാൻ നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ തരത്തിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ ഏതറിവാണോ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് ദെൻ റൂൾസ്, അതുപോലെ തന്നെ ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങുന്നത്, അതിനെ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് നമ്മൾ പറയും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒന്ന് പ്രൊസീജറൽ നോളജാണ്. പ്രൊസീജറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഫ്രം ദ ഇൻ്റലക്ച്വൽ സ്കിൽസ് ടു ഡു സംതിങ്. പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സ് ആണ് പ്രൊസീജറൽ, ഒരു കൃത്യമായ പ്രൊസീജറാണ്. മറ്റേതാണെങ്കിൽ വിശദീകരിച്ചൊരു പാരഗ്രാഫിനകത്ത് ഇങ്ങനെ അങ്ങ് പറയുക അറിവ്. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ പരത്തി പറയുക എന്ന് പറയും. പ്രൊസീജറലാണെങ്കിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 ഒരു കാര്യം, ഒരു പ്രോസസ്സ്, ഒരു പ്രൊസീജർ പെർഫോം ചെയ്യേണ്ടുന്ന ഒരു ലിഖിതമായിട്ടുള്ള ഒരു നിയമാവലി പോലെ നമ്മൾ എഴുതുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ അത് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ ബ്രെയിനിലായിട്ട് ഉദിക്കുന്നതാണ് ഈ ഒരു കറക്റ്റ് സീക്വൻസ്. ആ രീതിയിലാണ് അത് പോകേണ്ടത്. അങ്ങനെ നോളജിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് പ്രൊസീജറൽ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സ് ആണ് ബേസിക്കലി പ്രൊസീജറൽ നോളജ് എന്ന് പറഞ്ഞാൽ. ദീസ് സ്കിൽസ് യൂസ് ടു മേക്ക് ഡിസിഷൻ ആർ ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ ഫോർ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ്. അപ്പോൾ പലപ്പോഴും ഈ പ്രൊസീജറൽ സ്കിൽസ് ഉപയോഗിച്ചാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്നത്.
അതെന്തുകൊണ്ട് ഈ രീതിയിലുള്ള പിന്നെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് പലപ്പോഴും ചോദിച്ചതിന് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, ചിലത് കോംപ്ലക്സ് ആയിട്ടാണ്. ഈ സ്റ്റെപ്പ് നമ്പർ 3 ഇങ്ങനെ ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു പ്രവൃത്തി ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ടുന്ന സ്റ്റെപ്സാണ് 1 2 3 4 5. അതിലെ പല സ്റ്റെപ്സും ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ആണ്, എന്തുകൊണ്ട് ഈ സ്റ്റെപ്പ് ചെയ്യുന്നു. പക്ഷേ അവർക്ക് അറിയാം ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത ആൻസറിലേക്ക് എത്തിച്ചേരാമെന്ന്. ദിസ് ഈസ് വൈ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വർക്ക് വിത്ത് സച്ച് നോളജ്. പ്രൊസീജറൽ നോളജുമായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രൊസീജറൽ നോളജിനെ കൺവെർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ഡിക്ലറേറ്റീവിനേക്കാളും പ്രയാസമാണ്. ഇറ്റ് ഇൻകോംപസസ് എ സീക്വൻസ് ഓഫ് ആക്ഷൻസ് എലോങ് വിത്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടുന്നത്. എന്ത് റിസൾട്ടിൽ എത്തിച്ചേരുമെന്നും അത് പറയും, ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ. കോമൺ സെൻസ് നോളജ് ആൻഡ് ഹ്യൂറിസ്റ്റിക്സ് ആർ എക്സാമ്പിൾസ്. നമുക്ക് പഠിക്കാനുണ്ട് കോമൺ സെൻസ് നോളജും ഹ്യൂറിസ്റ്റിക്സും. മറ്റൊരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ പ്രൊസീജറിൽ വരും. ഹ്യൂറിസ്റ്റിക് നോളജ്, കോമൺ സെൻസ് എല്ലാം പ്രൊസീജറാണ്. എന്നാൽ ഡിക്ലറേറ്റീവ് ഏതാ? റൂൾസും ഫാക്ട്സും, ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സും റൂൾസും ആണ് ഡിക്ലറേറ്റീവ് വരുന്നത്. പ്രൊസീജറിൽ ഏതാ? കോമൺ സെൻസും ഹ്യൂറിസ്റ്റിക്സും. ഓക്കെ, ഇനി 4th ക്ലാസിഫിക്കേഷനാണ് അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത്. നെക്സ്റ്റ്